നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മറ്റുള്ളവരെ പ്രണയിച്ചാൽ അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ആശ്വാസത്തിനു വേണ്ടിയായിരിക്കും, ചിലപ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടിയായിരിക്കും വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മറ്റുള്ളവരെ പ്രണയിക്കുന്നത്. പക്ഷേ അതിൽ സംഭവിക്കുന്നത് ഇതാണ്: വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ഒരു പുരുഷനെ പ്രണയിച്ചാൽ അവൻ എല്ലാം കൊണ്ടും മാക്സിമം ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് 99% പേരിലും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇത് തന്നെയാണ് സംഭവിച്ചു കാണുന്നതും. ആദ്യഘട്ടങ്ങളിൽ നല്ലൊരു ഇഷ്ടമായിരിക്കും, നല്ലൊരു പ്രണയമായിരിക്കും എന്ന് തോന്നിപ്പോകും. പിന്നീട് സംഭവിക്കുന്നത് ഇതാണ്: ഇങ്ങനെയുള്ള പുരുഷന്മാർ അവരുടെ പുറകെ പോകുന്ന സ്ത്രീകളെ ആത്മാർത്ഥമായി സ്നേഹിക്കില്ല എന്നർത്ഥം. അവർ ഇവരെ വേറെ പല ഉദ്ദേശങ്ങൾ കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ ഒന്നുമല്ല. ഇങ്ങനെ പോകുന്ന സമയത്ത് സ്ത്രീകൾ അവളുടെ ജീവിതം വെച്ച് തന്നെയാണ് കളിക്കുന്നത്. അവളുടെ ജീവിതം തന്നെയാണ് തകർന്നു പോകുന്നത്. കൊണ്ടുപോകുന്നവന് ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല. അവളുടെ ജീവിതം വെച്ച് തന്നെയാണ് അവൾ കളിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ജീവിതം തകർന്ന് വെണ്ണീരാവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ പുറത്തു വരികയാണെങ്കിൽ പുരുഷന് ഒന്നും സംഭവിക്കില്ല. അത് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ള സ്ത്രീകൾ മാനസികമായും കൂടുതൽ പ്രശ്നങ്ങളിൽ പെടാനുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ടെൻഷനിലായി തീരാൻ സാധ്യതയുണ്ട്. കാര്യമൊന്നും ഇല്ലെങ്കിലും ടെൻഷൻ ആവശ്യത്തിന് കിട്ടും. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ടെൻഷനും പ്രശ്നങ്ങളുമൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്ന് സെക്സ് പരമായ സംതൃപ്തി ലഭിക്കാത്ത സ്ത്രീകൾ അത് സാധിക്കാൻ വേണ്ടി അവർ മറ്റുള്ളവരുമായി മാനസികമായി അടുക്കാറുണ്ട്. പക്ഷേ അവർ ആഗ്രഹിച്ച സംതൃപ്തി ഒരിക്കലും ലഭിക്കില്ല. കാരണം അതിനൊരു സമയവും ടെൻഷനും ഇല്ലാത്ത അവസ്ഥയും ആവശ്യമാണ്. ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒരിക്കലും ഇത് ലഭിക്കില്ല. എന്തൊക്കെ ചിന്തിച്ചാലും അതൊക്കെ വെറുതെയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒന്നിലധികം ആളുകൾക്ക് വിധേയമാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം അവരുടെ കൂടെ ഉള്ളവർ പറയുന്ന സ്നേഹം ഒന്നുമല്ല അവരോട്. അവർക്ക് കാര്യം കാണണം, മറ്റുള്ളവർക്ക് കാര്യം കാണാൻ കൊടുക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ നയിക്കണം. ഇതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള വഴികൾ സ്വീകരിച്ചു കൊണ്ട് നടക്കുള്ളൂ. ഇത് മനസ്സിലാക്കിയിരിക്കണം. അടുത്തു വരുംതോറും ആ വ്യക്തിയിൽ നിന്ന് ആദ്യം കിട്ടിയ ഒരു ആശ്വാസവും സ്നേഹവും ഒന്നും ലഭിക്കാതെ വരുന്നു. കാരണം ആ വ്യക്തിയുടെ ആ സ്ത്രീയോടുള്ള സമീപനം, അല്ലെങ്കിൽ ആ വ്യക്തി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി എന്തിനാണ് സ്നേഹിക്കുന്നത്? അതുകൊണ്ട് തന്നെ ആ വ്യക്തി മറ്റു പല വിധത്തിൽ പെരുമാറാൻ തുടങ്ങും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സ്ത്രീയുടെ ഉള്ള മനസമാധാനവും കൂടിപ്പോകും. മനസ്സ് വേദനിക്കാൻ തുടങ്ങും. കൂടുതൽ ടെൻഷൻ മാത്രമാണ് പിന്നീട് സംഭവിക്കുന്നത്. അല്ലാണ്ട് ഒരു സമാധാനവും ലഭിക്കാൻ പോകുന്നില്ല. വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ മറ്റൊരു വ്യക്തിയെ പ്രണയിച്ചാൽ, ഒരു പുരുഷനെ പ്രണയിച്ചാൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആ സ്ത്രീയെ ഒരു പുരുഷനും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല, സ്നേഹിക്കില്ല. ഇതൊരു സത്യം മാത്രമാണ്. സ്നേഹം അഭിനയിച്ചു നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അവൻ സ്നേഹം അഭിനയിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ഇവളിൽ അവന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഒരു ഉത്തരവാദിത്വവും വയ്ക്കേണ്ട ആവശ്യവുമില്ല. അവൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് കഴിയുമ്പോൾ ഇവൾ പൊക്കോളും. ഇതവന് വ്യക്തമായി അറിയാം. ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതും. അപ്പോൾ വിവാഹം കഴിഞ്ഞ സ്ത്രീ മറ്റൊരു പുരുഷനെ പ്രണയിച്ചാൽ അവൾക്ക് നഷ്ടവും മനസമാധാനക്കേടും ടെൻഷനും കിട്ടുമെന്നല്ലാണ്ട് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഒരു ആശ്വാസവും കിട്ടാൻ പോകുന്നില്ല. ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം.
ആദ്യ സമയത്ത് അടുക്കുമ്പോൾ വലിയ ആശ്വാസമാണ്, സ്നേഹമാണ് എന്നൊക്കെ തോന്നിയാലും അവസാനം ഇതൊക്കെ നിർവീര്യം ആയി പോകുന്നതാണ്. ഒന്നും കിട്ടാത്ത അവസ്ഥ വരും. ജീവിതം മുഴുവൻ പ്രശ്നത്തിൽപ്പെടുന്നു, മാനസിക സംഘർഷത്തിൽപ്പെടുന്നു, ടെൻഷനിൽപ്പെടുന്നു. മനസ്സിലാക്കുക,